ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നൊരു ക്യാമ്പിങ്ങിന് പോവാണേ. നമ്മളിപ്പോ ക്യാമ്പിങ്ങിന് പോകാൻ വേണ്ടി പോകുന്ന സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജീലോങ് സൈഡ് ക്വീൻസ് ക്ലിഫ് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് കേട്ടോ. അതായത് കടലിലേക്ക് ഇറങ്ങി കിടക്കുന്ന സ്ഥലം. അപ്പൊ നമ്മളിപ്പോ ക്യാമ്പിങ്ങിന് പോകുന്ന സ്ഥലം ഫ്രണ്ടിലേക്ക് പോയാലും കടല്, ബാക്കിലേക്ക് പോയാലും കടല്, അങ്ങനെ അതായത് ചെറിയൊരു നാരോ സ്പേസ് ആണ്. എന്തായാലും അവിടെ ചെന്നിട്ട് കൂടുതൽ വിശേഷങ്ങൾ കാണിക്കാം. അപ്പൊ നമ്മളൊരു 15-16 ഫാമിലീസ് ഉണ്ട്. നമ്മളെല്ലാവരും കൂടിയാണ് ആ ക്യാമ്പിങ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് ടെന്റിങ് അല്ല, അവിടെ ഓൾറെഡി ക്യാബിൻ സ്പേസസും കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മളപ്പോൾ അത് റെന്റ് എടുത്തിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ടാണ് ഇപ്പോൾ പോകാൻ വേണ്ടി പോകുന്നത്. 2 ദിവസത്തെ ട്രിപ്പാണ്. അപ്പോൾ നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ കാണാം. ക്ലിഫിലേക്ക് എൻട്രി ആയിരിക്കും കേട്ടോ. അങ്ങനെ മോർണിംഗ് ആയിട്ടോ. നമ്മൾ ഇന്നലെ രാത്രി ഒന്ന് ചെക്ക് ഇൻ ചെയ്തു. ഇന്നലെ അടിച്ചു പൊളിച്ചു ശരിക്കും പറഞ്ഞാൽ. നമ്മുടെ അക്കോമഡേഷൻ കാണിച്ചുതരാം. എൻ്റെ മേളിലേക്ക് കയറിയോ, ഒരാൾ ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ. സ്വാൻ ബേ ലോഡ്ജ്. ഫ്രണ്ട്സ് കണ്ടോ, നമുക്ക് ചെസ് കളിക്കാം കേട്ടോ. നമുക്ക് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. നമ്മുടെ വണ്ടികളെല്ലാം കൊണ്ടൊന്ന് പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചേട്ടനും ചേച്ചിയും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനെ പറ്റി പറയാനുള്ളത്. ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളി, സ്പെഷ്യൽ ചായ. നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ബ്രെഡ് ബേക്ക് ചെയ്ത് വിട്ട് വേണം വെച്ചാൽ അങ്ങനെ പറയണം. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മളിനി ഇറങ്ങാൻ വേണ്ടി പോകണേ. എങ്ങോട്ടാ? ബീച്ചിലേക്ക്. ഇതാണ് ബീച്ചിലേക്കുള്ള പാത്ത് വേ. മനീഷ് അവിടെ നിന്ന് മൊബൈലിൽ ചാറ്റ് ചെയ്യുന്നുണ്ട്. നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമിയിലെ കൂടി ഒരു ഫോറസ്റ്റ് ഗെയിം ഉണ്ട്. നമുക്ക് അതേപോലെ ഇങ്ങനെ പോകാം. പക്ഷെ ഇവിടെ അതിന്റെ ആവശ്യമില്ല, ഓൾറെഡി ഫുട്പാത്തുണ്ട്. എന്നാലും ആ ഒരു ഫീൽ ഉണ്ട്. ഫുള്ള് മരങ്ങളൊക്കെ ഉണ്ട്. വേണമെങ്കിൽ കയാക്ക് എടുത്തിട്ട് ബീച്ചിൽ ചൂടിടാൻ വേണ്ടി പോവാം. ഹലോ, ഫ്രണ്ട്സ്, വഴി നല്ല രീതിയിൽ ഇൻട്രസ്റ്റിംഗ് ആയിക്കൊണ്ടിരിക്കട്ടോ. കണ്ടോ, താങ്ക് യു. നമസ്കാരം. ഫുള്ള് വഴി തെറ്റിപ്പോയി. ഫ്രണ്ട്സ്, നമ്മൾ ശരിക്കും കുറേ ദൂരം നടന്നു കൂട്ടാ. നമ്മളെ അക്കോമഡേഷൻ തൊട്ടടുത്താണ് ഈ പറഞ്ഞ ബീച്ച്. പക്ഷേ നമ്മൾ വാക്കിംഗ് ട്രെയിലൂടെ നടന്നിട്ട് ബീച്ചിന്റെ പാരലായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ സാൻഡ് ബീച്ചിലേക്ക് എത്തിയാണ് കേട്ടോ. ഇത് കണ്ടോ, അടിപൊളി ഏരിയ ആണ്.
ഫ്രണ്ട്സ്, നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടി ഒരു സ്പീക്കർ വാങ്ങിച്ചായിരുന്നു, നാട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് സോണിയുടെ SXB100 എന്ന് പറഞ്ഞ മോഡലാട്ടോ. അടിപൊളി സംഭവമാണ്. നമ്മളൊരു കൊക്കക്കോളയുടെ ടിന്നിൻ്റെ പകുതി അല്ലെങ്കിൽ 3/4 ഭാഗം ഹൈറ്റ് ഉണ്ടാവുള്ളൂ, ആ ഒരു വിടുത്തും. നല്ല ലൗഡാണ്, അടിപൊളി. നമ്മൾ ഔട്ട്ഡോറിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല എഫക്റ്റുമാണ്, ലൗഡുമാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു വേറൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 16 hours ആണ് ഒരു ബാറ്ററി പറയുന്നത് കേട്ടോ. ഇതിൻ്റെ ഇതുണ്ട്, പട്ടികൾ കളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബോളുകളും അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ
എനിക്കൊരു പ്ലേറ്റിൻ്റെ വരാം. സംസാരിക്കാം. നിങ്ങൾ പ്രേമിച്ചാണോ കല്യാണം കഴിച്ചത്? ഞങ്ങൾ ഒരു 1.5 വർഷം പ്രേമിച്ചു. പക്ഷെ അതിന് മുന്നേ അവര് ഫിക്സ് ചെയ്തതാണ്. ഓക്കെ. പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വർഷത്തിന് 365 ഞങ്ങൾക്ക് എന്താ ഏറ്റവും വലിയ നോണ. അപ്പൊ ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സാധാരണ ദിവസം 2 ദിവസം ഇത് ഞാനുണ്ട്. ഫ്രണ്ട്സ്, അങ്ങനെ 3ാമത്തെ ദിവസം, അതായത് ഞായറാഴ്ച കാലത്ത് എണീറ്റു. നമ്മൾ കാലത്തെ ഭക്ഷണമെല്ലാം കഴിച്ചു, ചായ കുടിച്ചു. അതിനുശേഷം നമ്മൾ ചുമ്മാ വോക്കിന് ഇറങ്ങിയേക്കോട്ടെ ഒരു ട്രെയിനിലൂടെ. അപ്പോൾ നോക്കുമ്പോഴത്തേക്കും ഇന്നലെ നമ്മളിവിടെ വന്ന് പോയായിരുന്നു ഒരു മാൻമെയ്ഡ് കേവ്. ചെറിയ ഒന്നുമില്ല, ചുമ്മാ ഒരു ചെറിയ ബിൽഡിംഗ് ആയിട്ട് നമുക്ക് അതിൻ്റെ അകത്തേക്ക് കയറാം. ഇനി നമ്മൾ കയറുന്നില്ല, ഇനി നടക്കാൻ വേണ്ടി പോവാം. Have a kiss. Have a kiss. Come